ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ഒരു മോട്ടറാണ്. നമ്മുടെ മീൻകുളത്തിൽ വെക്കാനായിട്ട് ഞാനൊരു മോട്ടർ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അൺബോക്സ് ചെയ്യുന്നത് മോട്ടർ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ കുളത്തിനകത്ത് 15,000 ലിറ്റർ വെള്ളം ഉണ്ട്. അപ്പോൾ അതിന് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു മോട്ടറാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് എല്ലാ സംഭവം പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ. 4 സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് സെബോയുടെ ഒരു മോട്ടറാണ്. നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടർ. അതിൻ്റെ മോഡല് ഇതാണ് അതിൻ്റെ മോഡലെന്ന് പറയുന്നത് wp-5200. ഇതിൻ്റെ വില എനിക്ക് വന്നത് 2,500 രൂപയാണ് എനിക്കിപ്പോൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് ആയിട്ടുള്ളത്. ഇത് പുറത്തൊക്കെ അല്ലാതെ പുറത്ത് ഷോപ്പുകളിലൊക്കെ മേടിക്കുമ്പോൾ ഒരു 300 രൂപയും കൂടെ കൂടുതൽ അവർ മേടിക്കും. പക്ഷേ നമുക്കൊരു 15,000 ലിറ്റർ വെള്ളമുള്ള ഒരു പോണ്ടിലത്തേക്ക് ഈ ഒരു സംഭവം മതി. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു മോട്ടറാണിത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ മോട്ടർ, കണ്ടോ? ഇതാണ് നമ്മുടെ മോട്ടർ. അപ്പോൾ ഇത് പുറത്തോട്ട് എടുക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തുള്ള ആക്സസറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു മോട്ടറിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള 2 ആക്സസറീസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 2 സാധനമാണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയേക്കുന്നത്. കണ്ടോ? ഈ 2 സാധനമാണ്. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നോക്കാം. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ആക്സസറീസ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, പിന്നെ അതിനകത്തൊരു ബില്ല് കിട്ടിയിട്ടുണ്ട്. ബില്ല് 3,500 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. മുമ്പേ പറഞ്ഞത് 2,500 എന്നാണ്. 3,500 രൂപയ്ക്കാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോട്ടർ ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ നമുക്ക് ഇത് കണക്കൊരു കാർഡ് കിട്ടുന്നുണ്ട്. ഇതെന്താണ്? അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് കണ്ടാണ് എന്തോ സംഭവമുണ്ട്. സെബോയുടെ ഒരു സിമ്പിളൊക്കെ വെച്ചിട്ട് എന്തോ ചൈനയിലാണ് എഴുതിയിരിക്കുന്നത്, എന്താണെന്ന് അറിയത്തില്ല. അതങ്ങോട്ട് വയ്ക്കാം. പിന്നെ ഒരു അക്സസറീസ് വേറെ ഉണ്ട്. ഇതാണ്ട് ഇത് ഈ ഒരു അക്സസറീസിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് ഈ ഒരു കവറും കൂടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് അതിൻ്റെ അടിയിലായിട്ട് വയ്ക്കാനായിട്ടൊരു 4 സ്റ്റാൻഡ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. വാഷർ ഇതേപോലത്തെ 4 സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ അര ഇഞ്ചിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഹോസൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇത് തന്നിട്ടുണ്ട്. കണക്ടറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മോട്ടർ എടുക്കാം. ഇതാണ് നമ്മുടെ മോട്ടർ, കണ്ടോ? ഒരു പച്ച കളറൊക്കെയാണ് സംഭവം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഒന്നും എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം എന്താണ്. ഇതിനകത്താണ് നമ്മുടെ ഈ സാധനം കണക്ട് ചെയ്യുന്നത്, കണ്ടോ? ഇതിലാണ് നമ്മുടെ ഈ സാധനം കണക്ട് ചെയ്യുന്നത്. നല്ല ടൈറ്റാണ് കേട്ടോ. വെള്ളം ലീക്ക് ആകത്തൊന്നുമില്ല.
ഓക്കെ, അപ്പോൾ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. അതിന് മുമ്പ് ഇതെന്താണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഇത് സംഭവം ഇതൊക്കെ അഴിക്കാമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കട്ടെ ഇതെങ്ങനെയാണ് സംഭവം എന്ന് അറിയാൻ വരില്ല. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, മോട്ടർ നല്ല വെയിറ്റ് ഉണ്ട്. ഇത് നല്ല, ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് എടുത്തേ, അടിപൊളി റിവ്യൂ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ലാസ്റ്റ് ചെയ്യുന്ന സാധനം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും വെച്ച് നോക്കാം, എന്താവുമെന്ന് അറിയത്തില്ല. ഇവിടെ 2 ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ 2 ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സാധനം അഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ. യെസ്, അതുപോലെ ഇപ്പുറത്തും കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ പറ്റുന്ന കണ്ടോ. ഇത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റാം കണ്ടോ. ഇതും നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കയറ്റിയിടാവുന്ന സാധനം. ഇതുപോലെ നമുക്ക് കയറ്റിയിടാം, പിന്നെ നമുക്കിത് ഇളക്കിയെടുക്കാം. ഓക്കെ, അതാ ഇവിടെയൊക്കെ നമുക്ക് ഇവിടെയും കണക്ട് ചെയ്യാം കേട്ടോ ഈ സാധനം. പിന്നെ അതിനകത്ത് ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ. അവിടെ കണ്ടോ, ഫിൽറ്ററിനായിട്ട് സ്പോഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്ത് വേസ്റ്റുകളൊക്കെ കയറിയിരിക്കാതെ നിൽക്കും. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമ്മുടെ പഴയ പമ്പുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ചെറിയ പമ്പുകളൊക്കെ മേടിച്ചതിനകത്ത് ഇതേപോലത്തെ ഫിൽറ്റർ ഇല്ല. ഈ സംഭവം ഫിൽറ്ററിങ് മീഡിയം ഈ സംഭവം ഇല്ല, ഈ സ്പോഞ്ച്. എന്തായാലും ഇത് നല്ലൊരു സെറ്റപ്പാണ്, അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാമെന്ന് തോന്നുന്നു ഈ സാധനങ്ങൾ. അക്സസറി ഫിറ്റ് ചെയ്ത് കണ്ടോ, ഈ സാധനം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. 2 സൈഡിലോട്ട് നമുക്ക് വേറെ ഹോസ് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കണ്ടോ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. കണ്ടോ, ഇതിങ്ങനെ ഇളക്കി മാറ്റാം. ഇതേപോലെ ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാം. അപ്പോൾ ഇത് കണക്ക് വെക്കാൻ പറ്റുന്ന സാധനമാണിത്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഹോളാണിത്. പിന്നെ ഇത് മാറ്റിയിട്ട് ഈ ഒരു സംഭവം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് അഴുക്ക് കയറാതെ വെള്ളം മാത്രം അരിച്ച് പുറത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും വർക്കിംഗ് ആണോ എന്നും കൂടെ നോക്കണം. ബാക്കി സെറ്റപ്പ് എല്ലാം നോക്കി, വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, ഇതേപോലെ അടച്ചു വയ്ക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഫിൽറ്റർ കൂടെ നമുക്ക് ഈ അഴുക്കൊന്നും കയറാതെ, അഴുക്കൊന്നും നമ്മുടെ ടാങ്കിലോട്ട് പോകാതെ, അല്ലാതെ ഈ നല്ല വെള്ളം മാത്രം അടിച്ചെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് ഈ ഒരു സംഭവം. ഓക്കെ, എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് ഒരു 1.5 മീറ്റർ വയർ കിട്ടുന്നുണ്ട്. ഒരു 2 മീറ്റർ വയറുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, നീളമുള്ളത് 2 മീറ്റർ കാണും. 2 മീറ്റർ വയർ കാണും. എന്തായാലും സാധനം എനിക്കിഷ്ടപ്പെട്ടു. 3500 രൂപയേ ഉള്ളൂ. എന്നാലും 3500 രൂപ കുറച്ച് കൂടുതലല്ലേ എന്നാണ്. പിന്നെ ഇത് ഈ ഒരു പവറിലുള്ള നമ്മുടെ ഹൈലിയ എന്നുള്ള കമ്പനി ഉണ്ടല്ലോ, അതിനൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് വരും. ഒരു 8 രൂപയ്ക്ക് അടുത്ത് വരും ഇതിൻ്റെ ഒരു പമ്പിൻ്റെ വില.
അതുകൊണ്ടാണ്, പൈസ കുറവായതുകൊണ്ടാണ് ഇപ്പം ഇതെടുത്തത്. എന്തായാലും ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനകത്ത് നമുക്ക് അക്സസറീസ് ഈ ഒരു സാധനം വയ്ക്കാം കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു സാധനം കണ്ടോ, ഇതിനകത്ത് നമുക്ക് കയറ്റിയിടാവുന്നതാണ്. ഒരു വീല് കണക്ക് സാധനം. ഇത് അഴിച്ചിട്ട് കണ്ടോ, ഇതേപോലെ അഴിച്ചിട്ട് ഈ ഒരു സാധനം അതിനകത്തോട്ട് കയറ്റിയിടാം. കണ്ടോ, ഈസിയായിട്ട് അതവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് അക്വേറിയത്തിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, വലിയ അക്വേറിയങ്ങളിൽ വെക്കാനാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു സാധനം കൂടെ ഇതിനകത്ത് കയറ്റിയിടാം. കണ്ടോ, ഇതിനകത്ത് കയറ്റിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കും. കയറ്റിയിട്ട് അങ്ങോട്ട് സൈഡിലോട്ട് നീക്കിയിട്ടാൽ മതി. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടർ സെറ്റർ സാധനമാണ്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇതുപോലെ അവിടെ പ്രസ്സായിട്ട് അവിടെ പിടിച്ചിരുന്നോളും. അക്വേറിയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പിടിച്ചിരുന്നോളും, ഇളകി വരത്തില്ല. അപ്പം എന്തായാലും നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് കയറി മേടിക്കാവുന്നതാണ്. 3500 രൂപയാണ് വില. ഇപ്പോൾ അതിന് വില കുറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരു സാധനമാണ്. ഓക്കെ, നിങ്ങൾ കയറി വാങ്ങിച്ചു നോക്കുക. അപ്പോൾ ഞാനതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് വരാം.